ഓക്കെ. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിന് ഇല്ലാത്തവർക്ക് അതല്ലെങ്കിൽ ആ ക്ലാസ് കേൾക്കാത്തവർക്ക് ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ചർച്ച ചെയ്തത് സെറ്റുകളെ കുറിച്ചാണ്. സെറ്റ്, അതിന്റെ റിലേഷൻഷിപ്സ്, അതിന്റെ അപ്ലിക്കേഷൻസ്, കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ കൺസെപ്റ്റ്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടഡ് ആയ അല്ലെങ്കിൽ കോംപ്ലക്സ് ആയ എന്തെങ്കിലും സംഭവങ്ങളെന്ന് വിചാരിക്കേണ്ട. പക്ഷെ നിങ്ങൾ എല്ലാവരും 5 6 മാത്സ് പഠിച്ചു പോയ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോഴും കവർ ചെയ്യാൻ പോകുന്നത്. അഥവാ സിമ്പിൾ ആയിട്ടുള്ള ആവറേജ്, മീന്, മോഡ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യാനുള്ളത്. അതെങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടെത്തുക, അതിന്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, അതിന്റെ പ്രാധാന്യം എന്താണ് എന്നൊക്കെയാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ. അപ്പോ നമുക്കിന്ന് ഫസ്റ്റ് പഠിക്കാനുള്ളത് അതിന്റെ ഫസ്റ്റ് ഭാഗമാണ് വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡാറ്റ. ഓക്കെ. അഥവാ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്, എന്താണ് ഡാറ്റ. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സയൻസ് ഓഫ് കളക്ടിങ്, ഓർഗനൈസിങ്, അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ന്യൂമറിക്കൽ ഡാറ്റ. അഥവാ ന്യൂമറിക്കൽ ഡാറ്റ അഥവാ നമ്പേഴ്സിനൊക്കെ എന്താക്കുക, നമുക്ക് ആവശ്യമുള്ള പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് സോൾവ് ചെയ്യാൻ ആവശ്യമായ ഡാറ്റ കളക്ട് ചെയ്ത് അത് ഓർഗനൈസ് ചെയ്ത് അതൊരു സോർട്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അനലൈസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ആൻസേഴ്സ് ഇന്റർപ്രറ്റ് ചെയ്യുന്നതിന് എന്ത് പറയാം, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇവിടെ അനലൈസ് ചെയ്യുന്ന ഈ ആക്ച്വൽ നമ്പേഴ്സ് ഇല്ലേ, അത് നമ്പേഴ്സ് ആവാം, ടെക്സ്റ്റുകളാവാം, എന്തുമാവാം, ഇതിനെയാണ് നമ്മൾ ഡാറ്റ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇനി ഡാറ്റ എന്തൊക്കെ വരും? ഫസ്റ്റ് ഈ ഡാറ്റ എന്നുള്ളത് എന്താണ്? വാരിയബിൾസ് ആണ്. ഓക്കെ. ഡാറ്റന് അതിന്റെ വേറൊരു പേരാണ് വാരിയബിൾസ്. ഓക്കെ. വാരിയബിൾസ് എന്തൊക്കെ വരും? ചിലപ്പോൾ ഒന്നെങ്കിൽ ക്വാളിറ്റേറ്റീവ് ഡാറ്റ ആയിരിക്കും. അഥവാ ഉദാഹരണത്തിന് നമ്മൾ എന്താണ് ഒരു കസ്റ്റമേഴ്സിനോട് അവരുടെ ഫീഡ്ബാക്ക് ചോദിച്ചു, അതല്ലെങ്കിൽ ഒരു റിവ്യൂ ചോദിച്ചു, ഒരു ടെക്സ്റ്റ് ആക്കിയിട്ടാണ് നമുക്ക് എന്താക്കിയത് റിവ്യൂ തന്നത്. അപ്പൊ അതെന്താണ്? ക്വാളിറ്റേറ്റീവ് ഡാറ്റയാണ് അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് വാരിയബിൾസ് ആണ്. കാരണം എന്താണ്? അതൊരിക്കലും നമ്പേഴ്സ് അല്ല. ഓക്കെ. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുക? ക്വാളിറ്റേറ്റീവ് വാരിയബിൾസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇനി രണ്ടാമത്തേതാണ് ക്വാണ്ടിറ്റേറ്റീവ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ അത് നമ്പേഴ്സ് ആയിരിക്കണം. ഓക്കെ. ആ നമ്പേഴ്സിനുള്ള ഉദാഹരണങ്ങളാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുക? നമുക്ക് ആവറേജ്, പിന്നെ മീന്, മോഡ്, മീഡിയന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുക. പിന്നെ മൂന്നാമത്തത് ഈ ക്വാണ്ടിറ്റേറ്റീവിലുള്ള വേറൊരു സംഭവമാണ് എന്ത്? ഡിസ്ക്രീറ്റ് വാരിയബിൾസ് എന്ന് പറയും. ഡിസ്ക്രീറ്റ് വാരിയബിൾസ് എന്ന് പറയുകയാണെങ്കിൽ സിമ്പിളായിട്ട് അഥവാ ഫ്രാക്ഷൻസ് ഒന്നും ഇല്ലാത്ത സിമ്പിളായിട്ടുള്ള ഹോൾ നമ്പേഴ്സ് ഉള്ള എന്ത് നമ്പേഴ്സിനും എന്ത് പറയാം, നമുക്ക് ഡിസ്ക്രീറ്റ് വാരിയബിൾസ് എന്ന് പറയാൻ പറ്റും. ഇനി കണ്ടിന്യൂസ് വാരിയബിൾസ് എന്ന് പറയുകയാണെങ്കിൽ ഫ്രാക്ഷൻസ് ഒക്കെ ഉള്ളത് നമ്മൾ എന്ത് പറയും? കണ്ടിന്യൂസ് എന്ന് പറയും. ഇത് നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഡിസ്ക്രീറ്റിന്റെ ഉദാഹരണമാണ്. ഉദാഹരണത്തിന് ക്ലാസ്സിലുള്ള കുട്ടികളുടെ എണ്ണം അതൊരിക്കലും നമുക്ക് എന്താക്കാൻ പറ്റൂല 10 11 അതല്ലെങ്കിൽ 20 35 പറയാൻ പറ്റുള്ളൂ. 10.5 10 അതല്ലെങ്കിൽ 10.25 നമുക്ക് ഒരിക്കലും എന്താക്കാൻ പറ്റൂല, പറയാൻ പറ്റൂല. കാരണം എന്താണ്? അതൊരാൾ ഫുൾ ഉണ്ടെങ്കിൽ ഒരു നമ്പർ ആവുള്ളൂ. ഓക്കെ. അതാണ് ഡിസ്ക്രീറ്റ് വാരിയബിൾസ്. കണ്ടിന്യൂസ് വാരിയബിൾസ് ഒരാളെങ്കിൽ ഹൈറ്റ് അതല്ലെങ്കിൽ വെയിറ്റ് അതൊക്കെ എന്ത് എത്ര ഫ്രാക്ഷൻസും ആവാം. അഥവാ 10.5 അതല്ലെങ്കിൽ 30.8 അങ്ങനെ എന്ത് ഫ്രാക്ഷൻസും ആവാം. അപ്പൊ അതാണ് എന്ത് കണ്ടിന്യൂസ് വാരിയബിൾസ്. ഇതൊക്കെ ഇവിടെ പറയാനുള്ള കാരണം എന്താണ്? ഇങ്ങനത്തെ പല രീതിയിലുള്ള ഡാറ്റ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പൊ ആ ഡാറ്റനൊക്കെ അതിന്റെ രീതിയിലാണ് നമ്മൾ അനലൈസ് ചെയ്ത് പഠിക്കുക എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഓക്കെ. പിന്നെ ഇതിൽ നിങ്ങൾ എത്ര ആൾക്കാർക്ക് പ്രൈമറി ഡാറ്റ എന്നും സെക്കൻഡറി ഡാറ്റ ഒക്കെ കേട്ടാരെങ്കിലും ഉണ്ടോ? പിന്നല്ലേ, ഇത് നിങ്ങൾ 3 ആൾക്കാരാണ് ഇപ്പൊ ക്ലാസ് കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾ പരമാവധി എന്താക്കി എൻഗേജ് ആവുക. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ കൈ ഉയർത്തുക, അതല്ലെങ്കിൽ ചാറ്റ് ചെയ്യാം. ഓക്കെ. ടെക്സ്റ്റ് ബോക്സിൽ ഉണ്ട്, അവിടെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം. ഓക്കെ. എന്തും ചെയ്യാം. സാറേ, ഞാൻ സൈക്കോളജി സ്റ്റുഡന്റ് ആണ്. എനിക്ക് തോന്നുന്നേ പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫീൽഡിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡയറക്റ്റ് കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ്, അതല്ലേ? അതെ അതെ അതെ. പ്രൈമറി ഡാറ്റ എന്ന് പറയുകയാണെങ്കിൽ, സെക്കൻഡറി എന്ന് പറയുകയാണെങ്കിൽ, സെക്കൻഡറി എന്ന് പറയുമ്പോൾ നമ്മൾ വല്ല സോഴ്സ് ഒന്നും എടുക്കുന്ന പുസ്തകത്തുനിന്നോ മാഗസീനോ അല്ലെങ്കിൽ വാർത്തയിൽ നിന്ന് കിട്ടിയതോ അങ്ങനെയാണോ സെക്കൻഡറി ഉദ്ദേശിക്കുന്നത്? അതെ അതെ. അഥവാ പ്രൈമറി ഡാറ്റ എന്ന് പറയുകയാണെങ്കിൽ ആരാണ് നമുക്ക് ഒരു റിസർച്ചർ, ആർക്കാണ് ഡാറ്റ ആവശ്യമുള്ളത്, ആ ആള് സ്വന്തം
കഷ്ടപ്പെട്ട് ആ ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് എന്ത് പറയാം, പ്രൈമറി ഡാറ്റ എന്ന് പറയും. ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു സർവേ നടത്തിയിട്ട് അതല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഒക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ സ്വന്തം കളക്ട് ചെയ്തെടുത്ത് നമുക്ക് ആവശ്യമുള്ള മാത്രം ചോദിച്ച് നമ്മളിന്ന് സ്വന്തം കളക്ട് ചെയ്തെടുക്കുന്ന ഡാറ്റക്ക് എന്ത് പറയാം, പ്രൈമറി ഡാറ്റ എന്ന് പറയാം. സെക്കൻഡറി ഡാറ്റ എന്ന് പറയുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഗവൺമെന്റ് ഒക്കെ എന്താക്കി നമ്മളെ കുറിച്ചുള്ള കുറെ ഡാറ്റകളൊക്കെ എന്താക്കിയിട്ടുണ്ട്, പബ്ലിക്കിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്താക്കുക, ആ ഡാറ്റ ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എന്താക്കുക പഠനങ്ങളൊക്കെ നടത്തുക. അതാണ് എന്ത് പറയാ, സെക്കൻഡറി ഡാറ്റ എന്ന് പറയാം. അത് ആൾറെഡി എന്താണ് കളക്റ്റഡ് ആണ്. അത് ആരെങ്കിലും ആൾറെഡി കളക്ട് ചെയ്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അത് നമ്മൾ എന്താക്കി നമ്മളെ ആവശ്യത്തിന് പോയിട്ട് അത് യൂസ് ചെയ്യുന്നു. അതിനാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയാം. അപ്പോൾ ഈ സെൻസസിന്റെ ഡാറ്റ അങ്ങനത്തെ ഡാറ്റകളൊക്കെ എന്താണ്, അതൊരു സെക്കൻഡറി ഡാറ്റയാണ്. ഓക്കെ, നമ്മളുടേതായ ഒരു ആവശ്യത്തിന് വേണ്ടി സർവേ ഒക്കെ നടത്തി കണ്ടക്ട് ചെയ്യുന്ന ഡാറ്റ ഒരു പ്രൈമറി ഡാറ്റയാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ചർച്ച ചെയ്യാൻ പോകുന്നതാണ് ഓരോ ഡാറ്റന്റെ ഓരോ ക്ലാസിഫിക്കേഷൻസ്, അതിന്റെ ടൈപ്പ് കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പിന്നെ വേറൊരു ടൈപ്പ്, ഈ പ്രൈമറിയും സെക്കൻഡറി ഡാറ്റയും കഴിഞ്ഞ് വേറൊരു ടൈപ്പാണ് ടൈം സീരീസ് ഡാറ്റ. ടൈം സീരീസ് ഡാറ്റ എന്ന് പറയുകയാണെങ്കിൽ അത് എല്ലാ കൊല്ലവും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഡാറ്റ. ഉദാഹരണത്തിന് ഒരു സ്കൂളിലെ കുട്ടികളുടെ എണ്ണം, ഓക്കെ, സ്കൂളിലെ കുട്ടികളുടെ എണ്ണം, അത് ഓരോ ക്ലാസ്സിലും കുട്ടികളുടെ എണ്ണം ഉണ്ടാകും. അത് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം ഉണ്ടാകും. അതും ഓരോ കൊല്ലത്തെയും എണ്ണം വേറെ വേറെ ആയിരിക്കും. അതെന്താണ്, അപ്പോൾ ടൈം സീരീസ് ഡാറ്റയാണ്. 2014 ഡാറ്റ ആവില്ല 2015. 2015 ഡാറ്റ ആവില്ല 2025. ഇത് ഓരോ കൊല്ലവും എന്താണ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഡാറ്റയാണ്. അതാണ് ടൈം സീരീസ് ഡാറ്റ. പിന്നെ നാലാമത്തതാണ് ക്രോസ് സെക്ഷൻ ഡാറ്റ. ക്രോസ് സെക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ അത് ഒറ്റവട്ടം എടുക്കുന്ന ഒരു ഡാറ്റയാണ്. ഓക്കെ, ഒറ്റവട്ടം എന്ന് പറയുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പോ ഡൽഹിയിൽ എത്ര പോപ്പുലേഷൻ ഉണ്ട്, എത്ര ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ എത്ര ആൾക്കാർക്കാണ് നോബൽ പ്രൈസ് കിട്ടിയത്. ഉദാഹരണത്തിന് ഇന്ത്യയിൽ നിന്ന് നോബൽ പ്രൈസ് കിട്ടിയ എത്ര ആൾക്കാരുണ്ട്, അത് ഒറ്റ ഡാറ്റയാണ്. അത് എന്താവില്ല, ഇങ്ങനെ മാറിക്കൊണ്ട് ഇരിക്കില്ല. അതാണ് ക്രോസ് സെക്ഷൻ ഡാറ്റ, അഥവാ ഒറ്റ ടൈമിൽ മാത്രം കളക്ട് ചെയ്യുന്ന ഡാറ്റ. പിന്നെ അഞ്ചാമത്തതാണ് പൂൾഡ് ഡാറ്റ. പൂൾഡ് ഡാറ്റ എന്ന് പറയുകയാണെങ്കിൽ മിക്സ് ഓഫ് ടൈം ആൻഡ് പീപ്പിൾ, അഥവാ കുറെ ആൾക്കാരും ഉണ്ട് കുറെ ടൈമും ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ കുറച്ച് കുട്ടികൾക്ക് ഓരോ കൊല്ലവും ഓർക്ക് കിട്ടുന്ന സ്കോറ്, അതല്ലെങ്കിൽ IQ സ്കോറോ അതല്ലെങ്കിൽ എക്സാമിന് കിട്ടുന്ന സ്കോറോ എന്തെങ്കിലും സ്കോർ, ഇവിടെ എന്തുണ്ട്, പൂൾഡ് ഡാറ്റ ആണ്. അതായത് കുറെ കുട്ടികളുടെ സ്കോർ നമ്മൾ നോക്കുന്നുണ്ട്. അതിന് അവരുടെ എല്ലാ വർഷവുമുള്ള വ്യത്യസ്ത വർഷങ്ങളിൽ അവർക്ക് കിട്ടിയ സ്കോർ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ലാസ്റ്റത്താണ് പാനൽ ഡാറ്റ. പാനൽ ഡാറ്റ എന്ന് പറയുകയാണെങ്കിൽ സെയിം പീപ്പിൾ റിപ്പീറ്റഡ് ഇല്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരേ കുട്ടികളുടെ ഡാറ്റ, ഒരു 10 കുട്ടികളുടെ ഡാറ്റ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ അത് വ്യത്യസ്ത വർഷങ്ങളിലായിട്ട് നോക്കുന്നു. പൂൾ ഡാറ്റ എന്ന് പറയുമ്പോൾ അത് വ്യത്യസ്ത ആൾക്കാരാവാൻ ചാൻസ് ഉണ്ട്, സെയിം ആൾക്കാരാവാനും ചാൻസ് ഉണ്ട്. പാനൽ ഡാറ്റ ആകുമ്പോൾ അത് സെയിം ആൾക്കാരുടെ ഡാറ്റ പല വർഷങ്ങളിലായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഉദാഹരണത്തിന് അവരുടെ ഡിപ്രഷനോ അതല്ലെങ്കിൽ അവരുടെ വേറെ എന്തെങ്കിലും സ്കോറുകളോ വർഷങ്ങളായിട്ട് നമ്മൾ എന്താക്കുന്നു, ചെക്ക് ചെയ്യുന്നു. എന്തിന്, അത് കൂടാണോ കുറയാണോ, അവിടെ എന്തെങ്കിലും ട്രെൻഡ് വരുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് എന്താ പറയാ, പാനൽ ഡാറ്റ എന്ന് പറയാം. ഓക്കെ, പിന്നെ ഇനി അടുത്ത ചർച്ച ചെയ്യാനുള്ളത് എന്താണ്, മെഷർമെന്റ് സ്കെയിൽസ് ആണ്. അഥവാ എങ്ങനെയാണ് ഈ ഡാറ്റ ഒക്കെ നമ്മൾ മെഷർ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അഥവാ നമ്മളിപ്പോ മെഷർ ചെയ്യുന്നതാണ് സിമ്പിളായിട്ട് നമ്പർ ആണെങ്കിൽ നമ്മളെ സാധാ നമ്പേഴ്സ്, അഥവാ 1, 2, 3, 4, 5 എന്നുള്ള നമ്പറൊക്കെ എന്താണ്, അതൊരു റേഷ്യോ ആണ് എന്ന് പറയും. ഓക്കെ, അഥവാ റേഷ്യോ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, അതിന് മുമ്പത്തൊക്കെ ഇങ്ങനെ പറഞ്ഞുതരാം. ഫസ്റ്റത്തെ നോമിനൽ എന്ന് പറയും. നോമിനൽ എന്ന് പറയുകയാണെങ്കിൽ പല കാറ്റഗറീസ്, ഉദാഹരണത്തിന് മെയിൽ ആൻഡ് ഫീമെയിൽ, അത് 2 കാറ്റഗറിയാണ്. അത് രണ്ടും തമ്മിൽ എന്തില്ല, ഒരു ഓർഡേഴ്സ് ഒന്നുമില്ല. ഓക്കെ, അഥവാ മെയിലോ ഫീമെയിലോ ഫസ്റ്റ് വരിക എന്നുള്ള ഓർഡർ ഒന്നുമില്ല, രണ്ടും കണക്കാണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ടൈപ്പാണ് ഓർഡിനൽ എന്ന് പറയും. ഓർഡിനൽ എന്ന് പറയുകയാണെങ്കിൽ കുറെ കാറ്റഗറീസ് ഉണ്ട്, പക്ഷെ അതെന്താണ്, ഓർഡർ ആയിട്ടാണ് ഉള്ളത്. ഉദാഹരണത്തിന് ഗുഡ്, ബാഡ്, പിന്നെ ഗ്രേറ്റ്. ഓക്കെ, അപ്പൊ ഇതിൽ എന്താണ്, ഗ്രേറ്റ് ആണ് ഏറ്റവും ടോപ്പിൽ വരുന്നത്, അതിന്റെ താഴെയാണ് ഗുഡ് വരുന്നത്, ഗുഡിന്റെയും താഴെയാണ് ബാഡ് വരുന്നത്. ഓക്കെ, അവിടെ എന്തുണ്ട്, ഓർഡർ ആയിട്ടുള്ള കാറ്റഗറീസ് ആണ് വരുന്നത്. പിന്നെ മൂന്നാമത്തതാണ് ഇന്റർവൽസ്. എന്താണ്, ഇങ്ങനെ
ഇങ്ങനെ ഓർഡേഡ് ആയിട്ടുള്ള കാറ്റഗറി ഉണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ എന്തുണ്ട്, ഓരോന്നിന്റെ ഇടയിലും ഈക്വൽ ആയിട്ടുള്ള ഗ്യാപ്പ് ഉള്ളത്. ഈ ഗുഡിന്റെയും ബാഡിന്റെയും ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ അത് എത്ര ആർക്കെങ്കിലും അറിയോ? ഇല്ല. അത് എത്ര അറിയാം? ഗുഡിന്റെയും ബാഡിന്റെയും ഇടയിലുള്ള ഗ്യാപ്പ് അല്ല ഗുഡിന്റെയും ഗ്രേറ്റിന്റെയും ഇടയിലുള്ളത്. ഓക്കെ, അത് ഓർഡേഡ് ആയിട്ടുള്ള കാറ്റഗറീസ് ആണ്. പക്ഷെ അതിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് സെയിം അല്ല. പക്ഷെ ഇന്റർവെൽ എന്നുള്ള ഡാറ്റ എന്ന് പറയുകയാണെങ്കിൽ ഈക്വൽ ഗ്യാപ്സ് ഉണ്ടാവും. ഉദാഹരണത്തിന് നമ്മൾ ഒരു പ്രൊഡക്റ്റിന്റെ നമ്മൾ എന്ത് റിവ്യൂഡ് ആണ്, അഥവാ 5 5 സ്റ്റാർ ഒക്കെ ഇടും. 5 സ്റ്റാർ ഉണ്ടാവും, 1 സ്റ്റാർ ഉണ്ടാവും, 2 സ്റ്റാർ ഉണ്ടാകും. ഓരോ സ്റ്റാറിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് എന്താണ്? സെയിം ആണ്. ഓക്കെ, അതാണ് എന്ത് ഇന്റർവെൽ ഡാറ്റ എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റത്തെ ആണ് റാഷ്യോ ഡാറ്റ. റാഷ്യോ ഡാറ്റ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ നമ്പേഴ്സ്. ഓക്കെ, അഥവാ എന്തുണ്ടാകും? ഈക്വൽ ഗ്യാപ്സും ഉണ്ടാകും. അതിനൊരു ട്രൂ സീറോ എന്ന് പറയും. സീറോ എന്ന് പറയുകയാണെങ്കിൽ അഥവാ നമ്മൾ നമ്പേഴ്സിനൊക്കെ എന്തുണ്ട്? പോസിറ്റീവ് നമ്പേഴ്സും ഉണ്ട്, നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ട്. ഓക്കെ, അഥവാ നെഗറ്റീവിന് ഇങ്ങനെ തുടങ്ങി സീറോയിലെത്തി പിന്നെ പോസിറ്റീവിലേക്ക് എത്തുന്ന രീതിയിലാണ് എന്ത് നമ്മള് നമ്പേഴ്സ് ഉള്ളത്. ഓക്കെ, ആർക്കെങ്കിലും സംശയം ഉണ്ടോ? നിങ്ങളെ ആയിക്കോട്ടെ, ഞാനൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ എല്ലാവരും എന്താക്കുക, ഒരു ഉദാഹരണം നോമിനലിന്റെ ഒരു ഉദാഹരണം പറഞ്ഞ, ഐ മീൻ ഈ ആണ് പെണ്ണ്, ഐ മീൻ ഫീമെയില് മെയില് എന്നുള്ള ഈ കാറ്റഗറി അല്ലാണ്ട് വേറൊരു ഉദാഹരണം ആരെങ്കിലും പറഞ്ഞു തരുമോ? നോമിനൽ എന്നുള്ള ഡാറ്റ കാറ്റഗറിക്ക് ടെക്സ്റ്റ് ആയിട്ടോ അതല്ലെങ്കിൽ വോയിസ് ആക്കിയിട്ടോ ആർക്കും എന്തും പറയാം. ഒറ്റ കാര്യമുള്ളൂ, കാറ്റഗറീസ് വിത്ത് നോ ഓർഡർ. ഓക്കെ, ഓർഡർ ഇല്ലാത്ത ഏത് കാറ്റഗറിയും എന്താണ്? നോമിനൽ ഡാറ്റ ആണ്. ആലോചിച്ച് നോക്കി. ഓക്കെ, അപ്പോ നമുക്ക് എന്നാൽ അടുത്ത സ്ലൈഡിലേക്ക് പോവാം. പിന്നെ ഓക്കെ, ഇനി നിങ്ങൾ എല്ലാവരും പഠിച്ച ഒരു സംഭവമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഭയങ്കര കോംപ്ലക്സ് ആണെന്ന് വിചാരിക്കുന്നുണ്ടാകും. ഇത് സിമ്പിൾ ആയിട്ട് എന്താണ്, നമ്മളെ ആവറേജ്, പിന്നെ മീഡിയന്, മോഡ്, ഇതൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അവിടെ അഥവാ മീന്, മീഡിയന്, മോഡ്. മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ്. മീൻ പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിൽ ഏറ്റവും അതിന്റെ ഒരു ആവറേജ്. ആവറേജ് പറഞ്ഞാൽ മൊത്തം എല്ലാം കൂട്ടിയിട്ട് എത്ര ഉണ്ടോ അതിനെ കൊണ്ട് നമ്മൾ ഹരിക്കും. ഉദാഹരണത്തിന് നമ്മളെ ആവറേജ് മാർക്ക് എത്ര ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ 10 വിഷയത്തിന്റെ എക്സാം നമ്മൾ എഴുതിയെങ്കിൽ എന്താക്കുക, 10 വിഷയത്തിന്റെ മാർക്ക് നമ്മൾ കൂട്ടും, എന്നിട്ട് എന്താക്കും, 10 കൊണ്ട് ഹരിക്കും. ഓക്കെ, അഥവാ ആവറേജ് ഒരു 80 മാർക്ക് കിട്ടിക്കണമെങ്കിൽ നമുക്കൊരു 10 വിഷയത്തിൽ മൊത്തത്തിൽ എത്ര കിട്ടിക്കണേ, ഒരു 800 മാർക്കാണ് കിട്ടിയെന്നാണ് അതിന്റെ അർത്ഥം. അഥവാ 1000 800 മാർക്ക് കിട്ടിയാൽ ആവറേജ് ഒരു 80% മാർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് മീൻ എന്നുള്ളത്. രണ്ടാമത്തേത് മീഡിയൻ എന്ന് പറയുകയാണെങ്കിൽ മിഡിൽ വാല്യൂ എന്ന് പറയും. മിഡിൽ വാല്യൂ എന്ന് പറയുകയാണെങ്കിൽ ഈ 10 നമ്പേഴ്സിനെ, അതായത് ഈ 10 വിഷയത്തിൽ നമ്മൾക്ക് കിട്ടിയ മാർക്കുകൾ എന്താക്കി, ചെറുതുനിന്ന് വലുതിലേക്ക് നമ്മൾ എന്താക്കി ഇങ്ങനെ ഓർഡർ ആക്കി വെച്ചു. അതിന്റെ കൃത്യം നടുവിൽ വരുന്നതിന് എന്ത് പറയാം, മീഡിയൻ എന്ന് പറയാം. ഓക്കെ, അഥവാ ഒരാൾക്ക് എന്ത് മൊത്തം എക്സാം എഴുതി 9 വിഷയത്തിലും 90 മേലെ മാർക്ക് ഉണ്ട്. പക്ഷെ അവന് മാത്സ് തീരെ അറിയൂല, മാത്സിൽ ഒരു 8 മാർക്കേ ഉള്ളൂ. ഓക്കെ, അപ്പോ ആവറേജ് എടുക്കുമ്പോ എന്തായിരിക്കും, ഓന് ചിലപ്പം ഒരു 40 മേലോ 50 മേലോ അല്ലെങ്കിൽ 60 70 ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ മീഡിയൻ എടുക്കുമ്പോൾ എന്തായിരിക്കും, അത് 90 അല്ലെങ്കിൽ ഒരു 85 മേലെ എത്താൻ ചാൻസ് ഉണ്ട്. കാരണം എന്ത്, അത് എല്ലാം 8 ആയിരിക്കും, അത് 10ന്റെ അടിയിലുള്ള നമ്പർ ആയിരിക്കും ഏറ്റവും ചെറുതുണ്ടാവുക. പിന്നെ എല്ലാം എന്താണ് 90 മേലാണല്ലോ പിന്നെ എല്ലാ മാർക്കുകളും. അപ്പൊ മീഡിയം എന്തായിരിക്കും, എന്തായാലും 90ന്റെ മേലെ ആയിരിക്കും. പക്ഷെ മീൻ എടുക്കുമ്പോൾ ആവറേജ് എടുക്കുമ്പോൾ അത് 70 80 ഒക്കെ ആയിരിക്കും. ഓക്കെ, പിന്നെ മോഡ് എന്ന് പറയുകയാണെങ്കിൽ മോസ്റ്റ് ഫ്രീക്വന്റ്, അഥവാ മൊത്തം കിട്ടിയ മാർക്കുകൾ ഏറ്റവും കൂടുതൽ വന്നത് ഏത് നമ്പേഴ്സ് ആണ്. ഉദാഹരണത്തിന് ഒരു 10 വിഷയങ്ങളിൽ 3 വിഷയങ്ങൾ അവന് കിട്ടിയതാണ് 75 മാർക്കാണ്. അപ്പൊ അവിടെ എന്താണ് മോഡ് ഏതാണ്, 75 എന്നുള്ള മാർക്കാണ്. ഓക്കെ, അതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുകയാണെങ്കിൽ അതിന് മൊത്തം കിട്ടിയ മാർക്കുകൾ, മൊത്തം കിട്ടിയ സ്കോറുകളുടെ മൊത്തം അതിന്റെ സെന്റർ നമുക്ക് പറഞ്ഞു തരുന്നതിന് എന്താ പറയാ, അറിയിച്ചു തരുന്ന 3 മെഷേഴ്സ് ആണ് ഈ 3 എണ്ണം, അതായത് മീനും മീഡിയനും മോഡും. ഓക്കെ,
പിന്നെ അടുത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഏതാണ് നമ്മൾക്ക് എന്താക്കേണ്ടത്, സെലക്ട് ചെയ്യുന്നത്, എപ്പോഴാണ് നമ്മൾ മീഡിയം നോക്കേണ്ടത്, എപ്പോഴാണ് നമ്മൾ മീൻ നോക്കേണ്ടത്, എപ്പോഴാണ് നമ്മൾ മോഡ് നോക്കേണ്ടത്. ഓക്കെ, ഞാനൊരു ചോദ്യം ചോദിക്കാം. ഉദാഹരണത്തിന് ഒരാൾക്ക് ഞാനൊരു 5 നമ്പേഴ്സ് തരാം. ഓക്കെ, 1 2 3 4 5. 1 2 3 4 5. ഇവിടത്തെ ഇതേതാണ്, മീൻ എത്രയാണ്? മീനിന് ആവറേജ് എത്ര ആയിരിക്കും? 1 2 3 4 5. ഈ 5 നമ്പേഴ്സിന്റെ ആർക്കെങ്കിലും പറയാൻ കഴിയോ? സിമ്പിൾ ചോദ്യമാണ്. 1 2 3 4 5. അപ്പോൾ ഇതിന്റെ ആവറേജ് എങ്ങനെ നമ്മൾ കണ്ടെത്തുക? ഈ 5 എണ്ണവും കൂട്ടുക. 1 2 3 4 5 ഈ 5 നമ്പേഴ്സും കൂട്ടി 5 കൊണ്ട് ഹരിക്കും. യെസ്, 3 എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, ആവറേജ് എത്രയാണ്? 3 ആണ്. ഇനി മീഡിയൻ എത്രയാണ്? മീഡിയൻ എന്ന് പറയുകയാണെങ്കിൽ അതിന് ഓർഡർ ആക്കിയിട്ട്, ഉദാഹരണത്തിന് ഞാൻ എന്താക്കി, മീഡിയൻ എന്ന് പറയുകയാണെങ്കിൽ ഓർഡർ ആക്കിയിട്ട് കൃത്യ നടുവിൽ വരുന്നതാണ് മീഡിയൻ. അപ്പൊ എത്രയാണ് ആൻസർ വരിക? അതും എന്താണ്? 3 ആണ്. പിന്നെ മോഡ് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് എല്ലാം എന്താണ്? ഒരു വട്ടാണ് വന്നത്. ഓക്കെ, അപ്പൊ എല്ലാം ഏതാണ് കൃത്യം? എല്ലാം മോഡേൺ ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇവിടെ എന്താണ്? മീഡിയനും മോഡും മീനൊക്കെ എന്താണ്? 3 ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ ഞാനൊരു എക്സാമ്പിൾസ് ചോദിക്കാം. ഒരാള് എന്താക്കി, ഒരു കമ്പനീന്റെ ഒരാള് ഇങ്ങനെ കമ്പനിയൊക്കെ നോക്കി നടക്കാണ്, അഥവാ ഒരു ഏത് കമ്പനിയിലാണ് ജോലി ചെയ്യാൻ പോകാന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നടക്കാൻ. അപ്പോൾ ഈ കമ്പനിയെ കുറിച്ച് അവൻ കേട്ടു. അപ്പൊ ആ കമ്പനിയിൽ ആവറേജ് സാലറി നോക്കുമ്പോൾ ഒരു 10 ലക്ഷം 10 ലക്ഷം എന്തുണ്ട്? സാലറി കാണിക്കുന്നുണ്ട്. ആ കമ്പനിയിലാകെ 10 ആൾക്കാരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആവറേജ് സാലറി 10 ലക്ഷം കാണിക്കുന്നുണ്ട്. അപ്പോൾ അവൻ എന്ത് വിചാരിച്ചെന്ത്, എന്നാൽ എനിക്കും 10 ലക്ഷം കിട്ടുമെന്ന് വിചാരിച്ച ആ കമ്പനിയിൽ ജോയിൻ ചെയ്തു. പിന്നെയാണ് അറിഞ്ഞത് എന്ത്, അവൻ ആകെ 3 ലക്ഷം സാലറി ഉള്ളൂ. പിന്നെ അവൻ ആലോചിച്ചു, പിന്നെ എങ്ങനെയാണ് ആവറേജ് 10 ലക്ഷം ആയത്? കാരണം എന്താണ്, അവിടെ 2-3 ആൾക്കാർക്ക് സാലറി എത്രയാണ്? 20 ലക്ഷം അല്ലെങ്കിൽ 30 ലക്ഷമാണ്. ബാക്കി 7 ആൾക്കാർക്ക് എത്രയാണ് സാലറി? 3 ലക്ഷവും 5 ലക്ഷവും ആണ്. ഓക്കെ, അപ്പൊ മൊത്തം ആവറേജ് എടുക്കുമ്പോൾ 10 ലക്ഷം വരും. അപ്പൊ നമ്മൾ ആവറേജ് മാത്രം നോക്കിയിട്ട് ഒരിക്കലും എന്താക്കരുത്, ഒരു കാര്യത്തെ വിലയിരുത്തരുത്. ഓക്കെ, നമ്മൾ എന്തും കൂടി നോക്കണം? മീഡിയനും കൂടി നോക്കണം. അഥവാ എന്ത് നോക്കണം? എല്ലാ നമ്പേഴ്സിനെയും ഒരു ഓർഡർ ആക്കി വെക്കുകയാണെങ്കിൽ അതിന്റെ നടുവിൽ വരുന്ന നമ്പർ ഏതാണ്? ഓക്കെ, അപ്പോ ഓൻ മീഡിയം നോക്കിയിരുന്നുവെങ്കിൽ ഓൻ എന്ത് മനസ്സിലാകുമായിരുന്നു? അഥവാ ഫസ്റ്റ് 3 ഏറ്റവും കുറവ് സാലറി കിട്ടുന്ന 3 ആൾക്കാർ, അഥവാ 3 ലക്ഷവും 5 ലക്ഷവും 6 ലക്ഷവും കിട്ടുന്ന ആൾക്കാർ കഴിഞ്ഞാല് പിന്നെയുള്ള എല്ലാവരും എന്താണ്, അല്ലെങ്കിൽ ഒരു 6 ആൾക്കാർക്കും 7 ആൾക്കാർക്കും എന്താണ്, 10ന്റെ 5ന്റെ ഒക്കെ അടിയിലാണ്. 3 4 5 അങ്ങനത്തെ സാലറീസ് ആണ്. ഒരു 3 ആൾക്കാർക്ക് 20 25 സാലറി ഉണ്ട്. അപ്പോ നമ്മൾ മീഡിയം നോക്കുമ്പോൾ എന്ത് മനസ്സിലാകുമായിരുന്നു അവന്? അഥവാ ഏകദേശം പകുതി ആൾക്കാർക്കും എന്താണുള്ളൂ, ഒരു 5% അല്ലെങ്കിൽ 5 ലക്ഷമോ 4 ലക്ഷം സാലറി ഉള്ളൂ എന്ന് അവന് അപ്പൊ മനസ്സിലാകുമായിരുന്നു. പക്ഷെ എന്തില്ല, അവന് മീഡിയം നോക്കാണ്ട് ആവറേജ് മാത്രം നോക്കിയിട്ടാണ് ആ കമ്പനി സെലക്ട് ചെയ്തത്. അതാണ് ഇവിടുത്തെ മിസ്റ്റേക്ക്. അപ്പൊ നമ്മൾ എന്ത് കാര്യം ജഡ്ജ് ചെയ്യുകയാണെങ്കിലും അതിന്റെ ആവറേജ് നോക്കണം, മീഡിയനും നോക്കണം. മീഡിയന്റെ ഒരു ഇന്റർപ്രിറ്റേഷൻ, അതിനെങ്ങനെ അനലൈസ് ചെയ്യാന്ന് പറയുകയാണെങ്കിൽ, ഒരു കമ്പനിന്റെ ആവറേജ് മീന് അഥവാ ആവറേജ് 10 ലക്ഷവും മീഡിയന് 4 ലക്ഷവുമാണ്. അഥവാ മീഡിയൻ 4 ലക്ഷമാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? 50% ആൾക്കാർക്ക് എന്താണ്, 4 ലക്ഷത്തിന്റെ താഴെയാണ് എന്ത് കിട്ടുന്നത്? സാലറി കിട്ടുന്നത്. ബാക്കി 50% ആൾക്കാർക്കാണ് എന്ത്, 4 ലക്ഷത്തിന്റെ മേലെ സാലറി കിട്ടുന്നതെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അങ്ങനെ പറയുകയാണെങ്കിൽ പകുതി ആൾക്കാർക്കും 4 ലക്ഷം കൂടിയും സാലറി കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ ആവറേജ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, മീഡിയനും കൂടി നോക്കണം. ഒപ്പം എന്തും കൂടി നോക്കണം? മോഡും കൂടി നോക്കണം. മോഡ് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഏത് സാലറിയാണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് 3 ലക്ഷമാണ് സാലറി കിട്ടുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ 10 ലക്ഷം കിട്ടാൻ ചാൻസ് ഉള്ളതിനേക്കാൾ കൂടുതൽ ചാൻസ് എന്തിനാണുള്ളത്? 3-4 ലക്ഷം സാലറി കിട്ടാനാണ് ചാൻസ് ഉള്ളത്. അപ്പൊ നമ്മൾ എന്താക്കണം? ഈ 3 വാല്യൂസിനെ ഒരുമിച്ച് അനലൈസ് ചെയ്തിട്ടാണ് ഒരു കാര്യം തീരുമാനിക്കേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ,
നമുക്ക് അടുത്ത് ചർച്ച ചെയ്യാനുള്ളത് വേറെ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആണ്. അഥവാ നമ്മൾ ഫസ്റ്റ് ഇപ്പം ചർച്ച ചെയ്തത് എന്താണ്, സെൻട്രൽ ടെൻഡൻസി ആണ്. അഥവാ സെന്റർ നോക്കുന്ന 3 മെഷേഴ്സ് ആണ് നമ്മൾ ഇപ്പം ചർച്ച ചെയ്തത്. അഥവാ ആവറേജ്, മീഡിയന്, മോഡ് എന്നുള്ളത്. ഇനി നമുക്ക് ചർച്ച ചെയ്യാൻ ഡിസ്പേർഷൻ. ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പേർഷൻസ് എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് വാല്യൂസ് സ്പ്രെഡായി കിടക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. സ്പ്രെഡായി മീൻസ് മൊത്തം എല്ലാ വാല്യൂസും എത്രയൊക്കെയാണെന്നാണ് അതിൻ്റെ അർത്ഥം. അഥവാ ആ സാലറി കിട്ടുന്നതിൽ വളരെ കുറച്ച് സാലറി കിട്ടുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലെ മാർക്ക് എടുക്കുകയാണ്. ഓക്കെ, ഒരു ക്ലാസ്സിലെ മാർക്ക് എടുത്തപ്പോൾ തീരെ മാർക്ക് കിട്ടാത്ത ലോവസ്റ്റ് മാർക്ക് കിട്ടിയ ആളുണ്ടാകും, നല്ല പഠിപ്പിയായ ഒരു ചങ്ങായി ഉണ്ടാകും, ഫുള്ള് 100 മാർക്ക് കിട്ടിയ ആളുണ്ടാകും. അപ്പോൾ ആവറേജ് മാത്രം നോക്കിയാൽ കൂടുതൽ ആൾക്കാർക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ മൊത്തത്തിലൊരു മാർക്ക് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ അല്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ എന്ത് മനസ്സിലാവില്ല, കൂടുതൽ എത്ര, കുറവ് എത്ര, അങ്ങനത്തെ മൊത്തത്തിലുള്ളൊരു സ്പ്രെഡ് ഓഫ് മാർക്സ് എങ്ങനെയൊക്കെയാണ് പരന്ന് കിടക്കുന്നത് നമുക്ക് മനസ്സിലാവോ? ഇല്ല. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കാനാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽപ്പെട്ട 3 കാര്യങ്ങളാണ് എന്ത്? ഒന്ന് റേഞ്ച് എന്നുള്ളത്. റേഞ്ച് പറഞ്ഞാൽ സിമ്പിൾ ആണ്. അഥവാ ലാർജസ്റ്റ് സ്മോളസ്റ്റിനെ കുറയ്ക്കുക. അഥവാ ഉദാഹരണത്തിന് ഒരു ക്ലാസ്സിൽ മാത്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ലാർജസ്റ്റ് വാല്യൂ എത്രയാണ്? 99 ആണ്. ഏറ്റവും കുറവ് വാല്യൂ എത്രയാണ്? 35 ആണ്. അപ്പോൾ റേഞ്ച് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 35 മുതൽ 99 വരെയാണ് എന്ത് ഒരു റേഞ്ച് കിടക്കുന്നത്. എല്ലാവർക്കും ഈ 35ന്റെയും 99ന്റെയും ഇടയിലാണ് എന്ത് കിട്ടിയത്? മാർക്ക് കിട്ടിയത്. അപ്പൊ റേഞ്ച് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 99 മൈനസ് 35 അഥവാ 64 ആൻസർ. അഥവാ എത്ര റേഞ്ച് കൂടുന്നുവോ അത്രയും വൈഡ് ആയിട്ടാണ് സ്പ്രെഡ് കിടക്കുന്നത്. അഥവാ ഈ റേഞ്ച് കുറവാണെങ്കിൽ, ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് 90 ആണ്, ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയത് 80 ആണ്. അഥവാ എല്ലാവർക്കും എന്താണ് 80നും 90നും ഇടയിലാണ് മാർക്ക് കിട്ടിയത്. അതിന്റെ അർത്ഥം എന്താണ്? റേഞ്ച് വെറും 10 മാത്രമേ ഉള്ളൂ. അഥവാ എല്ലാവരും നല്ല സ്കോറിംഗ് ആണ്. ഒന്നെങ്കിൽ എല്ലാവരും നല്ല പഠിപ്പികളായിരിക്കും, അല്ലെങ്കിൽ ടീച്ചറൊന്നായിരിക്കും നല്ലോണം വാരിക്കോരി മാർക്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതാണ് റേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് എന്ന് പറയുകയാണെങ്കിൽ, അഥവാ 2 വിഷയത്തിലെ മാർക്ക് റേഞ്ച് കമ്പയർ ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് എന്ന് പറയുകയാണെങ്കിൽ. അതൊരു റിലേറ്റീവ് മെഷറാണ്. അഥവാ ഒരു റേഞ്ചും വേറെ റേഞ്ചും കൂടി നമുക്ക് കമ്പയർ ചെയ്യണം. അപ്പോൾ ഉദാഹരണത്തിന് 100 മാർക്ക് കിട്ടിയ 100ലുള്ള കുറച്ച് സ്കോറുകളും 50ലുള്ള കുറച്ച് സ്കോറുകളും ഉണ്ടാക്കാൻ നമുക്ക് കമ്പയർ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഈ റേഞ്ച് എടുക്കും, എന്നിട്ട് എന്താക്കും? അതിനെ റേഞ്ച് എടുത്തിട്ട് നമുക്ക് ഡയറക്റ്റ് എന്താക്കാൻ പറ്റില്ല, കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതിനെന്താക്കും? അതിനെ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്താക്കും? അതിനെ കമ്പയർ ചെയ്യും. ഓക്കെ, അതാണ് കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് മീൻ ഡേവിയേഷൻ. മീൻ ഡേവിയേഷൻ എന്ന് പറയുകയാണെങ്കിൽ എത്രയാണ് ആവറേജ് എല്ലാ വാല്യൂസും ഇങ്ങനെ വ്യത്യസ്തമായി കിടക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ക്ലാസ്സിലെ മാർക്ക് തന്നെ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. ഉദാഹരണത്തിന് നമ്മൾ ആവറേജ് മാർക്ക് എന്താണ്? ഒരു 75 ആണ്. ഓക്കെ, 75 ആണ് നമ്മൾ ആവറേജ് മാർക്ക്. അപ്പോൾ അതിൻ്റെ അതിൽ 4 ആൾക്കാരാണ് പരീക്ഷ എഴുതിയത്. ഒരാൾക്ക് എന്ത് 90 മാർക്ക് കിട്ടി, ഒരാൾക്ക് 80 കിട്ടി, ഒരാൾക്ക് 50 കിട്ടി, ഒരാൾക്ക് 20 കിട്ടി. അപ്പോൾ മീൻ ഡേവിയേഷൻസ് എന്ന് പറയുകയാണെങ്കിൽ ഈ മീനായ ആവറേജ് ആയ 70ന് എല്ലാ സ്കോറും എത്ര വ്യത്യസ്തമായിട്ട് കിടക്കുന്നു. ഉദാഹരണത്തിന് 90 മൈനസ് ആവറേജ് ആയിട്ടുള്ള 75, 15 വ്യത്യാസമുണ്ട്. ഓക്കെ, പിന്നെ വേറൊരു അടുത്ത സ്കോറാണ് 80 മൈനസ് 75, ഒരു 5ന്റെ വ്യത്യാസമുണ്ട്. പിന്നെ വേറൊരു സ്കോറാണ് എത്ര? 50, വേറെ സ്കോറാണ് 20. അപ്പോൾ ഓരോ സ്കോറും ആവറേജിന് എത്ര വ്യത്യാസം ഉണ്ട് നോക്കിയിട്ട് അതിന്റെ അതെല്ലാം കൂടി കൂട്ടി അതിന്റെ ആവറേജ് കാണുന്നതിന് എന്താ പറയാ? മീൻ ഡേവിയേഷൻസ് എന്ന് പറയാം. നമ്മൾ ഈ ഇനി അടുത്ത സ്റ്റാൻഡേർഡ് ഡേവിയേഷൻസ് എന്ന് പറയുകയാണെങ്കിൽ അത് സ്ക്വയർ ആക്കിയിട്ട് സ്ക്വയർ റൂട്ട് എടുത്ത് വേറെ സംഭവമാണ്. ഇതൊക്കെ ഈ ഡേവിയേഷൻ എന്നുള്ള സംഭവം എടുക്കുന്നതിനുള്ള കാരണം എന്താ വെച്ചാൽ എത്രത്തോളം മാർക്ക് ഇങ്ങനെ വ്യത്യസ്തമാവാൻ ചാൻസ് ഉണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഒരു ക്ലാസ്സിന്റെ ആവറേജ് എടുത്തു, നമുക്കൊരു 75 കിട്ടി. ഒരു ഡേവിയേഷന് ആവറേജ് ഡേവിയേഷൻ ഒരു 10 പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ ഒരു 75ന്റെ 10 കൂടുതലോ അതല്ലെങ്കിൽ കുറവോ ആയിട്ടായിരിക്കും എല്ലാവരുടെയും മാർക്ക് ഉണ്ടാകുക.
അഥവാ 75 മീൻ ഡീവിയേഷൻ എങ്കിൽ, ഓക്കെ, അഥവാ അല്ല ആവറേജ് 75 ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10 ആണെങ്കിൽ ഒന്നെങ്കിൽ 75 + 10 85, മാക്സിമം 85 ആയിരിക്കും മാർക്ക് പോകാൻ ചാൻസ് ഉള്ളത്. അതല്ലെങ്കിൽ 75-ന് 10 കുറച്ച് 65-ലേക്കോ ആയിരിക്കും മാർക്ക് പോകാൻ ചാൻസ് ഉള്ളത്. അഥവാ ഇതിന് അപ്പുറത്തേക്കൊന്നും പോകാനൊന്നും വലിയ ചാൻസ് ഇല്ല, റിസ്ക് അത്രേ ഉള്ളൂ. അതിനെന്ത് പറയാം? മീൻ ഡേവിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് എന്ന് പറയാം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ, മീൻ ഡീവിയേഷൻസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്താക്കും, നേരെ എന്താക്കും, ഈ ആവറേജിൽ നിന്ന് ഇങ്ങനെ കുറച്ചിട്ട് എല്ലാം കൂട്ടിയിട്ട്, ഉദാഹരണത്തിന് ഇപ്പൊ 4 സ്കോർ ഉണ്ട്, ഈ 4 സ്കോറും ആവറേജിൽ നിന്ന് കുറയ്ക്കും, എന്നിട്ടുള്ള ആ വ്യത്യാസത്തെ എന്താക്കും, ഇങ്ങനെ കൂട്ടും, എന്നിട്ട് എന്താക്കും, അതിന്റെ ആവറേജ് എടുക്കും. അതിനാണ് മീൻ ഡീവിയേഷൻസ് എന്ന് പറയാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് എന്ന് പറയുമ്പോൾ ഒന്നും കൂടി കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടാൻ വേണ്ടി എന്താക്കും, ആ ഡിഫറൻസിനെ അഥവാ ആവറേജും പിന്നെ ആ ആക്ച്വൽ നമ്പറും നമ്മൾ ഡിഫറൻസിനെ സ്ക്വയർ ആക്കി അതെല്ലാം കൂടി കൂട്ടിയിട്ട് പിന്നെ അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുന്നത് എന്ന് പറയാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് പറയാം. അത് ഏകദേശം രണ്ടും സെയിം ആണ്. പക്ഷെ എന്താണ് അത് പറയുന്ന എന്താണ്, അത് ആവറേജിന് എത്ര കൂടാനും കുറയാനും ചാൻസ് ഉണ്ട് എന്നുള്ളതിനാണ് ഇവിടെ വ്യക്തമാക്കി തരുന്നത്. ഓക്കെ, പിന്നെ അടുത്ത സംഭവമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ള എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ ഷേപ്സ് എന്ന് പറയും. ഇതാണ് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗം. ഇതും കൂടി കഴിഞ്ഞിട്ടുണ്ടാക്കാൻ നമുക്ക് സംശയത്തിലേക്കൊക്കെ നീങ്ങാം. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ഷേപ്സ് എന്ന് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ എന്താണ്, ഈ സ്ക്യൂനെസ് അല്ലെങ്കിൽ കുർട്ടോയ്സ് എന്ന് പറയും. സ്ക്യൂനെസ് എന്ന് പറയുകയാണെങ്കിൽ സിമ്പിൾ ആണ്. അഥവാ നമ്മൾ ഫസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു, എന്ത്, നമ്മളൊരു ക്ലാസ്സിന്റെ കുട്ടികളെ മാർക്ക് എടുത്തു, അപ്പൊ ഒരു ആവറേജ് 50 ആണ്, 100-ൽ 50 ആണ് ആവറേജ്. അപ്പോ അഥവാ എല്ലാവർക്കും അതിന്റെ ആവറേജ് 50 ആണെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, അതിന്റെ മീഡിയനും മോഡും മീനും അഥവാ അതിന്റെ ആവറേജും മീഡിയനും മോഡൊക്കെ ഏകദേശം എന്താണ്, സെയിം ആണ്, ഫുള്ള് സെയിം ആണ് അർത്ഥം. അഥവാ നമ്മൾ 1, 2, 3, 4, 5 എന്നുള്ള ഈ 5 നമ്പേഴ്സിന് ഉദാഹരണം ഫസ്റ്റ് പറഞ്ഞില്ലായിരുന്നു. ഈ 5 നമ്പേഴ്സിന്റെയും മീഡിയൻ എത്രയാണ്? 3 ആണ്. പിന്നെ ആവറേജ് എത്രയാണ്? അതും 3 ആണ്. പിന്നെ മോഡ് എത്രയാണ്? അതും 3 ആണ്. അപ്പൊ ഈ 3 കാര്യങ്ങളും സെയിം ആകുമ്പോഴാണ് എന്ത് പറയാ, അത് ഒരു സിമെട്രിക്കൽ എന്ന് പറയാ. അഥവാ അവിടെ എന്തില്ല, തീരെ സ്ക്യൂനെസ് ഇല്ല, അത് 3 സെയിം ആണ്. പക്ഷെ നമ്മൾ വേറെ ഉദാഹരണം പറഞ്ഞിരുന്നു, എന്ത്, ഒരു ക്ലാസിന്റെ കുട്ടികളുടെ സ്കോറിൽ എല്ലാവർക്കും 20ന്റെ അടിയിലാണ് മാർക്ക് ഉള്ളത്. പക്ഷെ ഒറ്റ ഒരു പഠിപ്പി കുട്ടിക്ക് മാത്രം ഒരു 99, 98 സ്കോർ കിട്ടി. അപ്പൊ എന്ത്, ആവറേജ് മൊത്തത്തിൽ ഒരു 40, 50 ഉണ്ടെങ്കിൽ കൂടി എന്താണ് അത്, പക്ഷെ മീഡിയൻ എടുക്കുമ്പോൾ എന്തായിരിക്കും, അത് വളരെ കുറവായിരിക്കും. കാരണം 99% കുട്ടികൾക്കും എന്താണ് മാർക്ക് 20ന് അടിയിലേ ഉള്ളൂ. അപ്പൊ അതിന്റെ മീഡിയൻ എടുക്കുമ്പോൾ 20ന് അടിയിലേ ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ. പക്ഷെ ഈ കുട്ടിന്റെ ഒരു മാർക്ക് നോക്കിയിട്ട്, അഥവാ നല്ല പഠിപ്പിയായ ഒരു കുട്ടിന്റെ മാർക്ക് കൂട്ടി കണക്കിലെടുത്തിട്ട് നമ്മൾ ആവറേജ് എടുക്കാം. അപ്പൊ ആവറേജ് എന്തായിരിക്കും, ഒന്നും കൂടി കൂടുതലായിരിക്കും. അപ്പൊ ഈ ആവറേജ് എന്ത്, മീഡിയനേക്കാൾ കൂടുമ്പോഴാണ് എന്ത് പറയാം, പോസിറ്റീവ് സ്ക്യൂ എന്ന് പറയാം. പോസിറ്റീവ് സ്ക്യൂ എന്ന് പറയുകയാണെങ്കിൽ അഥവാ ഏതോ ഒരാൾക്ക് മാത്രം കുറെ മാർക്കുള്ള കാരണത്താല് ആവറേജ് കൂടിയതാണ്. അല്ലാണ്ട് മൊത്തത്തിൽ എല്ലാവർക്കും എന്തില്ല, അല്ലാണ്ട് മൊത്തത്തിൽ എല്ലാവർക്കും സെയിം അല്ല. ഇതിനെന്ത് പറയാ, പോസിറ്റീവ് സ്ക്യൂ എന്ന് പറയാം. ഇനി നെഗറ്റീവ് സ്ക്യൂ എന്ന് പറയുകയാണെങ്കിൽ എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ട്, 90, 95 മാർക്ക് ഉണ്ട്. പക്ഷെ ഒറ്റ കുട്ടിക്ക് എന്ത് 10ന് അടിയിലാണ് മാർക്ക്. അപ്പോ ആ മീഡിയൻ എടുക്കുമ്പോൾ 90ന് മേലെ മാർക്ക് ഉണ്ടെങ്കിലും പക്ഷെ ആവറേജ് എടുക്കുമ്പോൾ എന്തായിരിക്കും, അത് കുറവായിരിക്കും. അഥവാ ആവറേജ് മീൻ എന്തായിരിക്കും, മീഡിയനേക്കാൾ കുറവായിരിക്കും. അതിനെന്ത് പറയാ, പോസിറ്റീവ് അല്ല, മീന് മീഡിയനേക്കാൾ കുറവായിരിക്കും. അതിനെന്ത് പറയാ, നെഗറ്റീവ് സ്ക്യൂനെസ് എന്ന് പറയാം. ഓക്കെ, ഫസ്റ്റ് സിമെട്രിക്കലി, പിന്നെ പോസിറ്റീവ് സ്ക്യൂനെസ്, രണ്ടാമത്തത് നെഗറ്റീവ് സ്ക്യൂനെസ്. അപ്പൊ അവിടെ പറഞ്ഞു സിമെട്രിക്കൽ എപ്പോഴാണ് ആവുക, മീനും മീഡിയനും മോഡും ഇത് 3ഉം സെയിം ആകുമ്പോഴാണ് എന്ത് പറയാ, നമ്മള് 0 സ്ക്യൂനെസ്, അവിടെ സ്ക്യൂനെസ് തീരല്ല, അത് എല്ലാം 3ഉം സെയിം ആണ്, അത് സിമെട്രിക്കലാന്ന് പറയും. പിന്നെ പോസിറ്റീവ് സ്ക്യൂനെസ് എപ്പോഴാണ് ആവുക,
മീന് മീഡിയനേക്കാൾ വലുതാകുമ്പോൾ എപ്പോഴാണ് നമ്മൾ ഉദാഹരണം പറഞ്ഞു, എപ്പോഴാണ് അഥവാ എല്ലാവർക്കും കുറച്ച് മാർക്കേ ഉള്ളൂ, പക്ഷെ ഒരു കുട്ടിക്ക് മാത്രം എന്തായി നല്ല ഹയസ്റ്റ് 99 മാർക്ക് ഉണ്ട്, ബാക്കി എല്ലാവർക്കും 10ന്റെ 20ന്റെ അടിയിലാണെങ്കിൽ അപ്പൊ ഈ ഒറ്റ കൂടുതൽ മാർക്കുള്ള ഒരാൾ കാരണത്താൽ എന്തായി മീഡിയനേക്കാൾ കൂടുതലായി. അതിനെന്താ പറയാ? പോസിറ്റീവ് സ്ക്യൂനെസ് എന്ന് പറയാ. നെഗറ്റീവ് സ്ക്യൂനെസ് എന്ന് പറയുകയാണെങ്കിൽ ഒരാളെ കാരണത്താൽ ആവറേജ് മീഡിയനേക്കാൾ താഴെ. ഇതെങ്ങനെ? എല്ലാവർക്കും 90-99 മേലാണ് മാർക്ക് ഉള്ളത്, പക്ഷെ ഒരാൾക്ക് മാത്രം 10ന്റെ അടിയിലാണ് മാർക്ക് ഉള്ളത്. അപ്പൊ എന്താണ്? മീഡിയൻ എടുക്കുമ്പോൾ എന്തായിരിക്കും? 90 മേലെ ഉണ്ടാകും, പക്ഷെ ആവറേജ് എടുക്കുമ്പോൾ അതൊരു 70-80 ആയിട്ട് കുറയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതാണ് സ്ക്യൂനെസ് എന്ന് പറയുന്നത്. പിന്നെ കുർട്ടോയ്സ് എന്ന് പറയുകയാണെങ്കിൽ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? എല്ലാ ഡാറ്റയും കൃത്യം സെന്ററിലാണ്. ഓക്കെ, ഉദാഹരണത്തിന് നമ്മൾ മാർക്കിന്റെ കേസ് തന്നെ എടുക്കാം. അതായത് ഒരു കുട്ടി ഒരു ക്ലാസ്സിൽ എല്ലാവർക്കും കിട്ടിയ മാർക്കിന്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു 40ന്റെയും 50ന്റെയും ഇടയിലാണ് മാർക്ക് കിട്ടിയത്. ഓക്കെ, അതിനെന്ത് പറയാ? നോർമൽ കേവ് അഥവാ മോഡറേറ്റ് പീക്ക്ഡ്നെസ് എന്ന് പറയാം. സോറി, അതാണ് എന്ത് പറയാ? കുർട്ടോയ്സ് എന്ന് പറയുകയാണെങ്കിൽ പീക്ക്ഡ്നെസ് ആണ്. ഉദാഹരണത്തിന് ഇതെല്ലാം വരുന്നത് എന്തെന്നറിയോ? ഡിസ്ട്രിബ്യൂഷൻ എന്നാണ്. അഥവാ ഇനി നമ്മൾ ക്ലാസ്സിൽ എല്ലാവർക്കും കിട്ടിയ മാർക്ക് വെച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും എത്ര മാർക്കാണ് കിട്ടിയത്? അതുപോലെ 50% ആൾക്കാർക്ക് 50ന്റെ മേലെ കിട്ടി, ഒരു 90% ആൾക്കാർക്ക് ഒരു 30ന്റെ മേലെ മാർക്ക് കിട്ടിക്കണ്, അതല്ലെങ്കിൽ 100% ആൾക്കാർക്കും 20ന്റെ മേലെ മാർക്ക് കിട്ടിക്കണം. അപ്പൊ നമുക്ക് എന്താക്കണം? ഈ ക്ലാസ്സിൽ എല്ലാവർക്കും കിട്ടിയ മാർക്കിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് മനസ്സിലാവണം. ആർക്കാണ് കൂടുതൽ മാർക്ക് കിട്ടിയത്, കൂടുതൽ കുട്ടികൾക്കും ഏത് മാർക്കാണ് കിട്ടിയത്, അഥവാ അത് 40ന്റെ മേലാണോ അല്ലെങ്കിൽ 60ന്റെ മേലാണോ, അങ്ങനത്തെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അത് പഠിക്കാനുള്ള വേറെ സംഭവം ഈ കുർട്ടോയ്സ് അഥവാ പീക്ക്ഡ്നെസ് എന്നുള്ളത്. അഥവാ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹൈ പീക്കും ഡാറ്റ ക്ലസ്റ്റർ ടൈറ്റിലും ആണെങ്കിൽ അതിനെന്ത് വിളിക്കുക? ലെപ്റ്റോ കുർട്ടിക് എന്ന് പറയാം. അങ്ങനെ പറയുകയാണെങ്കിൽ അഥവാ ഓക്കെ, അത് എല്ലാവർക്കും ഒരു 45-ഉം 50-നും 55ന്റെ ഇടയിലാണ് മാർക്ക് കിട്ടിയത്. ബാക്കി അങ്ങനെ 99% ആൾക്കാർക്കും ഒരു സെന്ററിന്റെ മീനിന്റെ അനുസരിച്ചാണ് മാർക്ക് കിട്ടിയത്. അത് ആവറേജിന്റെ അടുത്തായിട്ടാണ് മാർക്ക് കിട്ടിയത്. അതിനെന്ത് പറയാം? ലെപ്റ്റോ കുർട്ടിക് എന്ന് പറയാം. ഇനി മെസോ കുർട്ടിക് എന്ന് പറയുകയാണെങ്കിൽ എല്ലാവർക്കും എന്താണ്? ആവറേജ് നല്ല കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. അഥവാ 45, 55, 60, 45, 50, 55 അല്ലാണ്ട് ഒരു 30, 50, 70 ഇതിന്റെ ഇടയിലൊക്കെ ആയിട്ടാണ് എല്ലാവർക്കും മാർക്ക് കിട്ടിയത്. അതിനെന്താ പറയാ? ഒരു നോർമൽ കർവാണ്. അതിനെന്താ പറയാ? മെസോ കുർട്ടിക് എന്ന് പറയാം. ഇനി പ്ലാറ്റി കുർട്ടിക് എന്ന് പറയുകയാണെങ്കിൽ എല്ലാ സൈസ് ആൾക്കാരും ഉണ്ട്. അഥവാ തീരെ മാർക്കില്ലാത്ത കുട്ടിയുണ്ട്, പിന്നെ നല്ല മാർക്കുള്ള കുട്ടിയുണ്ട്. അഥവാ നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള കർവാണ്. അഥവാ തീരെ മാർക്കില്ലാത്ത കുട്ടികളുണ്ട്, ആവറേജിനനുസരിച്ച് മാർക്കുള്ള കുട്ടികളുണ്ട്, നല്ല സ്കോർ ചെയ്ത കുട്ടികളുണ്ട്. അപ്പൊ അതാണ് എന്ത് പറയാ? പോളി കുർട്ടിക് എന്ന് പറയും. ഓക്കെ, ഈ സംഭവങ്ങളൊക്കെ ഫസ്റ്റ് കേൾക്കുമ്പോൾ ഭയങ്കര കോംപ്ലക്സ് ആണെന്ന് തോന്നും, പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകളും അതിന്റെ എക്സാമ്പിൾസും ആണ് നമ്മൾ ഇപ്രാവശ്യം ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്തത്. ഓക്കെ, പിന്നെ ആർക്കെങ്കിലും സംശയങ്ങളുണ്ടോ? ഇത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സിനാൻ സാറേ, ഇപ്പൊ കുട്ടികളാരും ഇല്ല, എല്ലാവരും ലെഫ്റ്റ് ആയി. വീട്ടിലെ സിസ്റ്റങ്ങളുള്ളൂ. ഒരു കുട്ടി ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അവർ പോയിട്ടുണ്ട്. ക്ലോസ് ചെയ്യാം അല്ലേ? ഓക്കെ.